കേരളത്തിൽ കൊടും ചൂടാണ്. സൂര്യതാപം മൂലം ഒരാൾ മരണപ്പെടുകയും ഒരുപാട് രോഗികൾ ആശുപത്രിയിൽ അഡ്മിറ്റാകുകയും ചെയ്യുന്ന വളരെ ഗുരുതരമായ സാഹചര്യമാണ്. ഈ സമയത്ത് എന്താണ് സൂര്യാഘാതം, അതെങ്ങനെ മനസ്സിലാക്കാം എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ടത്, നമുക്ക് കഠിനമായ ക്ഷീണം തോന്നുക, ഛർദി വരിക, തലകറക്കം പോലെ തോന്നുക, മൊത്തത്തിലൊരു അസ്വസ്ഥത തോന്നുക, ഇത്തരം ലക്ഷണങ്ങൾ ചൂടുകാലത്ത് തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നാം തണലുള്ള ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുക. ഒന്നുകിൽ റൂമിലോ ഫാനിൻ്റെ അടിയിലോ AC ഉള്ള സംവിധാനത്തിലേക്ക് മടങ്ങുക. ഇനി നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഒരു നല്ല തണലുള്ള മരത്തിൻ്റെ താഴെ പോയി ഇരിക്കുക. ഇത് തൊട്ടടുത്തുള്ള ഒരു സുഹൃത്തിനോട് ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കാലുമടക്കി വെച്ചുകൊണ്ട് വിശ്രമിക്കുക. ക്ഷീണം തുടരുകയാണെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ പോയിക്കൊണ്ട് അവർക്ക് വേണ്ട IV ഫ്ലൂയിഡുകൾ അടക്കമുള്ള ചികിത്സ എടുക്കാൻ മറക്കരുത്. എന്നാൽ ക്ഷീണം കുറവാണെങ്കിൽ നമുക്ക് ഉപ്പിട്ട കഞ്ഞിവെള്ളം, അതേപോലെ ചെറുനാരങ്ങ പിഴിഞ്ഞുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള വെള്ളങ്ങളൊക്കെ കുടിച്ചാൽ, അതേപോലെ തന്നെ ORS ലായനി ഉണ്ടെങ്കിൽ ഇത് കുടിച്ചാൽ ക്ഷീണം മാറും. എന്നാൽ ക്ഷീണം നിലനിൽക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തി ചികിത്സ തേടാൻ നാം മറന്നു പോകരുത്. പ്രത്യേകിച്ച് കുട്ടികൾ, വൃദ്ധന്മാർ, സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന ആളുകൾ, പുറത്ത് ജോലി ചെയ്യുന്ന സാധാരണ കൂലിപ്പണിക്കാരൊക്കെ വളരെ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ് ഈ സൂര്യാഘാതം എന്നത്. പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പൊള്ളലേറ്റതുപോലെയോ കരിഞ്ഞതുപോലെയോ ഒക്കെ ഉള്ള അവസ്ഥയും ചിലപ്പോൾ നമുക്ക് വരാവുന്നതാണ്. വളരെ ഗുരുതരമായ സാഹചര്യമാണ്. ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാനിടയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ നല്ല ചൂടുള്ള സമയങ്ങളിൽ, പ്രത്യേകിച്ച് 11 മണി മുതൽ 3 മണി വരെയൊക്കെയുള്ള പകൽ സമയത്ത് ജോലി ചെയ്യാതെ ബിൽഡിങ്ങിനടിയിലോ അല്ലെങ്കിൽ മരത്തണലിലോ വിശ്രമിക്കുക എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്.